പുറത്തെ രണ്ട് മുത്തശ്ശിമാരുടെ പച്ചയായ ജീവിത സൗഹൃദത്തിന്റെ അനുഭവക്കുറിപ്പുകൾ. ചെറുകഥ അക്കച്ചിമ്മ. രചന അവതരണം ബിനു പേരയ. അക്കച്ചിമ്മ. അന്നും പതിവ് പോലെ കല്യാണി അമ്മയും ലക്ഷ്മി അമ്മയും ഒത്തുകൂടി. ഇന്നും കല്യാണി അമ്മയുടെ വീട്ടിൽ തന്നെയാണ് ഒത്തുകൂടൽ. അവർ രണ്ടാളും അടുത്തടുത്ത വീട്ടിലെ താമസക്കാരാണ്. എന്നും രാവിലെ കുളിച്ച് നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് 10 മണിയോടുകൂടി ഇരുവരും ഒത്തുകൂടുന്നു. ചിലപ്പോൾ കല്യാണി അമ്മ ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ ലക്ഷ്മി അമ്മ അങ്ങോട്ട് പോകും. ഇതാണ് ദിനചര്യ. പക്ഷേ കല്യാണി അമ്മയുടെ വീട്ടിൽ ഒത്തുകൂടുന്നതിലാണ് ഇരുവർക്കും ഏറെ പ്രിയം. കാരണം അതൊരു തറവാട് വീടാണ്. മുൻവശം വീതിയുള്ള പടിയുണ്ട്, പിന്നെ വലിയ മുറ്റവും. അതിനരികിലായി പടർന്ന് പന്തലിച്ച് തണലേകി നിൽക്കുന്ന വൃക്ഷങ്ങളും ആ വൃക്ഷങ്ങളുടെ ചില്ലകളിൽ നിറയെ കിളികളുമുണ്ട്. രണ്ടുപേരും ആദ്യം കാണുമ്പോൾ ലക്ഷ്മിയമ്മ വിളിക്കും, എടി അക്കച്ചിയേ എന്ന്. ഇത് കേൾക്കാൻ കല്യാണിയമ്മയ്ക്ക് ഏറെ ഉത്സാഹമാണ് കേട്ടു. പിന്നെ ഇരുവരും ഉറക്കെ ചിരിക്കും. രണ്ടാൾക്കും 85 മേൽ പ്രായമായി. എന്നാൽ 61 കഴിഞ്ഞ ശേഷം വർഷങ്ങൾ കടന്നുപോയത് ഇവർ അറിയാത്തത് കൊണ്ടാണോ എന്തോ അവർ അത് അംഗീകരിക്കുന്നില്ല. ആര് ചോദിച്ചാലും പറയും വയസ്സ് 61 എന്ന്. അതിൽ കുറയ്ക്കില്ല. കാരണം പെൻഷൻ തുക നിന്നുപോയാലോ. ആ പടുത്തിണ്ണയിൽ രണ്ടാളും അടുത്തിരുന്ന് സംസാരിച്ച് രസിക്കുമ്പോൾ മരച്ചില്ലയിൽ നിന്നും ചെറുകിളികൾ ഇവരുടെ അടുത്ത് വരുമായിരുന്നു. അത് തങ്ങൾ പറയുന്ന തമാശ കേട്ട് ആസ്വദിക്കാനാണെന്ന് കല്യാണിയമ്മ പറയുകയും രണ്ടാളും അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. വീട്ടിൽ വാങ്ങി വച്ചിട്ടുള്ള റേഷന്റെ വാരി മുറ്റത്തിട്ടാൽ ഏത് കിളിയും അടുത്തു വരുമെന്ന് കല്യാണിയമ്മയുടെ മരുമകൾ മനസ്സിൽ പറയും. രണ്ടാളുടെയും കെട്ടിയോന്മാർ ഏറെക്കുറെ ഒരേ സമയങ്ങളിലാ മരിച്ചേ. തന്റെ കെട്ടിയോൻ തന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് കല്യാണി അമ്മ പറയുമ്പോൾ ലക്ഷ്മി അമ്മ പറയും, നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിണങ്ങിയിട്ടില്ല. അങ്ങേര് നീ പറയുന്നതും കേട്ട് നിന്നോടൊപ്പം നടന്നു. അതുകൊണ്ടാ ആ സ്നേഹത്തിന്റെ അളവ് അറിയാതെ പോയത്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. ഇണങ്ങിയും പിണങ്ങിയുമാണ് ജീവിച്ചത്. ഇതാണ് സ്നേഹവ്യത്യാസം. ഇത് കേൾക്കുമ്പോൾ കല്യാണി അമ്മ ചെറിയ നാണത്തോടെ പല്ലില്ലാത്ത മോണകാട്ടി ചിരിക്കും. ഇവർ തമ്മിലുള്ള ഈ ഒത്തുകൂടലിൽ ലോകകാര്യങ്ങളിൽ പലതും ഇവരുടേതായ ഭാഷയിൽ കടന്നുപോകും. പുട്ടിന് പീരെ എന്ന കണക്കിൽ അല്പം പരദൂഷണവും ഉണ്ടാകും. കുറച്ച് സംസാരിച്ച് അല്പം പിണങ്ങും. അത് വളരെ നേരം നീണ്ടുപോകില്ല. പിന്നെ കൂടുതൽ സ്നേഹമായി. ഇതാണ് പതിവ് രീതി. എന്നും വൈകുന്നേരങ്ങളിൽ ലക്ഷ്മി അമ്മയുടെ മകൻ വാങ്ങി വന്ന് തനിക്ക് നൽകുന്ന ചായപ്പലഹാരത്തിന്റെ ഒരു വിഹിതം മാറ്റിവെക്കും. അത് പിറ്റേ ദിവസം മുന്തിയിൽ വച്ചുകൊണ്ടുവന്ന് കല്യാണി അമ്മയ്ക്ക് നൽകും. അപ്പോൾ കല്യാണി അമ്മ കരുതി വച്ചിട്ടുള്ള പലഹാര വിഹിതം തിരിച്ചും നൽകും. സ്കൂൾ കുട്ടികൾ പരസ്പരം ആഹാരം കൈമാറി കഴിക്കുന്ന രീതിയിൽ അവർ ആ പലഹാരങ്ങൾ കൈമാറി കഴിക്കും. മറ്റൊരിടത്തും കാണാത്ത ആഴത്തിലുള്ള സ്നേഹബന്ധത്തിന്റെ അടയാളമായിരുന്നു അത്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ലക്ഷ്മി അമ്മ രാവിലെ കുളിച്ച് നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് തലേ ദിവസം കരുതി വെച്ച പലഹാരപ്പൊതി മുന്തിയിൽ ചുരുകി കല്യാണി അമ്മയുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ എത്തിയത് എങ്ങും പതിവില്ലാത്തൊരു നിശബ്ദത. വീട്ടിന്റെ മുൻവശത്ത് കുറേ ആൾക്കാർ. ലക്ഷ്മി അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. വീട്ടിനകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ലക്ഷ്മി അമ്മയെ വല്ലാതെ തളർത്തിയിരുന്നു. ഹാളിൽ തന്റെ എല്ലാമായ കല്യാണി അമ്മയെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നു. തലയ്ക്കൽ എരിയുന്ന നിലവിളക്ക്, ചുറ്റിനും ആരൊക്കെയോ ഇരുന്ന് കരയുന്നു. ലക്ഷ്മി അമ്മയ്ക്ക് എല്ലാം ബോധ്യമായി. എന്റെ അക്കച്ചി എന്ന് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ലക്ഷ്മി അമ്മയെ ആരോ താങ്ങി കസേരയിലിരുത്തി. പിന്നെയുള്ള നാളുകൾ ലക്ഷ്മി അമ്മയ്ക്ക് കറുത്ത ദിവസങ്ങളായിരുന്നു. സമയത്ത് എഴുന്നേൽക്കാറില്ല. രാവിലെ കുളിച്ച് നെറ്റിയിൽ ചന്ദനക്കുറി തൊടാറില്ല. എപ്പോഴും കിടത്തതെന്നത്. ആരോടും ഒന്നും സംസാരിക്കാറില്ല. മകൻ നിർബന്ധിക്കുമ്പോൾ എഴുന്നേറ്റ് അല്പം എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തും. പിന്നെ കുറച്ചു നേരം കല്യാണി അമ്മയുടെ വീടിനെ നോക്കിയിരിക്കും. വീണ്ടും കിടക്കും. ദിവസങ്ങൾ കഴിയും തോറും ലക്ഷ്മി അമ്മയുടെ ശരീരം ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. ഉറക്കമില്ലായ്മയും രാത്രി അക്കച്ചി എന്ന് വിളിച്ചുള്ള കരച്ചിലും കൂടി വന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു. കല്യാണിയമ്മയുടെ മകൻ എല്ലാ ദിവസവും വന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു. എന്നിട്ടും ലക്ഷ്മി അമ്മയുടെ ആരോഗ്യസ്ഥിതി നാൾക്ക് നാൾ മോശമായി തന്നെ തുടർന്നു വന്നു. ഈ അവസ്ഥ കണ്ട മക്കൾക്ക് മനസ്സിലായി, തങ്ങൾ നൽകിയ സ്നേഹവും ലാളനയും ആഹാരവും മരുന്നും മാത്രമായിരുന്നില്ല അമ്മമാരുടെ സന്തോഷത്തിനും നല്ല ആരോഗ്യത്തിനും കാരണം. അതിലുപരി അമ്മമാർ തമ്മിലുള്ള ഒത്തുകൂടലും അതിലൂടെ അവർ അനുഭവിച്ച ആത്മസംതൃപ്തിയും കൂടിയായിരുന്നു. ശരിക്കും
അത് സത്യവുമായിരുന്നു.